ചില ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട്, എൻ്റെ പ്രായം കടന്നുപോയി, മാസങ്ങൾ കടന്നു, വർഷങ്ങൾ കടന്നുപോയി, ഒരു ചേഞ്ചസും ഉണ്ടാവുന്നില്ല, ഞാൻ പക്ഷെ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മാറുന്നില്ല, എന്നും ഞാൻ ഇതുപോലെ തന്നെയാണ് എന്നൊക്കെ. അവരോടൊക്കെ ഒരു കഥ പറയണം എന്ന് തോന്നി. ഒരു തണുത്ത രാത്രിയിൽ ന്യൂജേഴ്സിയിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായി. കത്തി നശിച്ചത് ഏതെങ്കിലും ഒരു കെട്ടിടം മാത്രമല്ല, തോമസ് എഡിസന്റെ ഗവേഷണ ലാബായിരുന്നു അത്. അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് പരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും സൂക്ഷിച്ചിരുന്ന സ്ഥലം. ഫയർ ട്രക്കുകൾ എത്തിയപ്പോഴേക്കും കെട്ടിടമില്ലാതെ, വർഷങ്ങളുടെ കഠിനാധ്വാനം, ദശലക്ഷക്കണക്കിനുള്ള ഡോളേഴ്സിന്റെ അത്രയും ചെലവഴിച്ചിട്ടുള്ള ഒരു റിസർച്ച് ലാബ്. എഡിസന് ആ സമയം 67 വയസ്സായിരുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ അവസാനമെന്ന് ആളുകൾ കരുതി. അദ്ദേഹത്തിന്റെ മകൻ ചാൾസ് ഇങ്ങനെ ആ പുകയിലൂടെയൊക്കെ വളരെ പരിഭ്രാന്തിപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ പിതാവിനെ ഇങ്ങനെ നോക്കി. അപ്പൊ ഒടുവില് എഡിസൺ ഇതിന്റെ ഇടയിലൊക്കെ, ആ തീജ്വാലകളുടെ ഇടയിൽ മാറി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ചാൾസ് അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, പപ്പാ നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എഡിസൺ അവനെ നോക്കിയിട്ട് വളരെ ശാന്തമായിട്ട് പറഞ്ഞു, പോയി നീ നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരൂ, അവളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇതുപോലൊരു തീ അവൾ കാണില്ല. Go get your mother. She will never see a fire like this again in her life. അതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. കണ്ണുനീരില്ല, കോപമില്ല, നിരാശയില്ല, ഒന്നുമില്ല. പിറ്റേന്ന് രാവിലെ തന്നെ എഡിസൺ തന്റെ ടീമിനെ വിളിച്ചുകൂട്ടി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ സെന്റൻസ് ഇങ്ങനെയായിരുന്നു, താങ്ക് ഗോഡ് ഓൾ അവർ മിസ്റ്റേക്സ് ബോണ്ട് അപ്പ്, നൗ വി ക്യാൻ സ്റ്റാർട്ട് ഫ്രഷ്. നമ്മുടെ എല്ലാ തെറ്റുകളും മായ്ച്ചു കളഞ്ഞു, ഇനി നമ്മൾ പുതിയതായിട്ട് തുടങ്ങാം. 6 മാസത്തിനുള്ളിൽ എഡിസൺ തന്റെ ഏറ്റവും പ്രശസ്തമായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്ന് സൃഷ്ടിച്ചു, ഫോണോഗ്രാഫ്. Sometimes when life gets stuck, we think it is the end, like everything we build is gone. That's the thing about life. ഒരു ദിവസങ്ങളിലൊക്കെ നമുക്ക് തോന്നും നമ്മുടെ ലൈഫ് സ്റ്റക്ക് ആകുമ്പോൾ ഇതാണ് ജീവിതത്തിന്റെ അവസാനം എന്ന്. ചിലതൊക്കെ നമ്മുടെ കൺമുമ്പില് കത്തി ചാമ്പലായി ചാരായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതോടുകൂടി എല്ലാം നശിച്ചു, എല്ലാം ഇല്ലാതെയായി എന്നൊക്കെ. പക്ഷെ മനസ്സിലാക്കുക, അത് ജീവിതത്തിൻ്റെ തുടക്കമാണ്. ചിലതൊക്കെ കത്തി നശിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ചില ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അതെല്ലാം കത്തി നശിക്കേണ്ടത് തന്നെയാണ്. എങ്കിൽ മാത്രമാണ് ക്ലിയർ ആയിട്ട് നമുക്ക് പുതിയതായിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. Maybe it is just life saying it is a time to begin again.